ഞാനിപ്പോൾ ഈ ഓഡിയോ ഇടാൻ കാരണം ഒരു ഡോക്ടർ ജയകുമാറിനെ കുറിച്ചാണ്. അഞ്ചൽ ശബരീരി ഹോസ്പിറ്റൽ നടത്തുന്ന ഡോക്ടർ ജയകുമാറിനെ കുറിച്ച് അറിയാത്തവരാരുമില്ല. ജയകുമാറിനെ ഒരുവിധമുള്ളവർക്കെല്ലാം പരിചയമുണ്ട്. ശബരീരി ഹോസ്പിറ്റലിന് പുറമേ അഞ്ചൽ ശബരീരി സ്കൂൾ, പിന്നെ പുനലൂർ ശബരീരി സ്കൂൾ ഒക്കെ നടത്തുന്ന ഒരു കോടീശ്വരനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ജയകുമാർ. 2002-2003 കാലഘട്ടത്തിൽ ഞാൻ അവിടെ ജയകുമാറിൻ്റെ BSS സെൻറ്റർ എന്ന പേരിൽ, അതായത് നമ്മുടെ അഗസ്തിക്കോടോട്ട് പോകുന്നിടത്ത്, അഞ്ചലിൽ നിന്ന് അഗസ്തിക്കോട് റൂട്ടിൽ ഒരു BSS സെൻറ്റർ എന്നും പറഞ്ഞ ഒരു സ്ഥാപനം, ഏകദേശം അന്ന് 1-2 വർഷമായതേ ഉള്ളായിരുന്നു ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. അവിടെ PPTTCക്ക് ഞാൻ ഒറ്റ വർഷത്തെ കോഴ്സിന് ചേർന്നു. BSS അതായത് ഭാരത് സേവക് സമാജ് എന്ന പേരിലുള്ള സർട്ടിഫിക്കറ്റാണ്. ഇത് പുറത്തൊക്കെ പോയാൽ, കേരളത്തിന് പുറത്തൊക്കെ പോയാൽ ഇത് നല്ല നിലവാരമുള്ളൊരു സർട്ടിഫിക്കറ്റാണ്, എവിടെയും ജോലി കിട്ടും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അതൊക്കെ വിശ്വസിച്ചാണ് 5000 രൂപയായിരുന്നു ആ കോഴ്സിന് അന്ന് വേണ്ടത്. അന്നത്തെ സമയത്ത് 2002-2003 കാലഘട്ടത്തിൽ 5000 രൂപയ്ക്കൊക്കെ വിലയുള്ള സമയമായിരുന്നു. അങ്ങനെയാണ് ആ കോഴ്സിന് ചേർന്നത്. കോഴ്സിന് ചേർന്ന സമയത്താണ് വേറൊരു രസം. പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറിന് പറഞ്ഞ ഒരു ചെറിയൊരു എന്തോ പറയുന്നത്, അന്നത്തെ കാലത്ത് അന്ന് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നല്ലോ, പ്രീ ഡിഗ്രി കഴിഞ്ഞിറങ്ങി ഒരു ചെറിയൊരു കുട്ടി പോലെ ഇരിക്കുന്ന ഒരു ചെറിയൊരു ടീച്ചർ ഒന്ന് പറയും, വെറുതെ സാരിയൊക്കെ ഉടുപ്പിച്ച് ഇങ്ങനെ വെറുതെ കൊണ്ടുവന്നതാണ്. എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ പോലും കഴിയാതെ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ്, വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയായതിനു ശേഷമാണ് ഇത് പഠിക്കാൻ പോയത്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി പ്രതീക്ഷിച്ചിട്ടാണ് ഞാനും പഠിക്കാൻ പോയത്. ആ സമയത്ത് ഏകദേശം എൻ്റെ പ്രായമൊക്കെ കാണുള്ളൂ. അപ്പോൾ ഞാൻ BA പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞത്. അത്രയുള്ളൊരു കുഞ്ഞു കുട്ടിയാണ് ടീച്ചറിന് പഠിപ്പിക്കാനൊന്നും നല്ലവണ്ണമൊന്നും അറിയത്തൊന്നുമില്ല. അത് കുട്ടികൾ തമ്മിൽ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ടീച്ചറോടൊന്നും ചോദിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ മലയാളത്തിലായിരുന്നു ടെക്സ്റ്റ്, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണമായിരുന്നു നമ്മളെ പഠിപ്പിക്കാൻ. അതൊന്നും ടീച്ചർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ SSLC +2 ഒക്കെ പാസ്സായ കുട്ടികളും +2 ഫെയിലായ കുട്ടികളും ഒക്കെയാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ BA പാസ്സായ ഞാനും ടീച്ചറും കൂടെ ചേർന്നായിരുന്നു നോട്ടൊക്കെ തയ്യാറാക്കിയിരുന്നത്. അങ്ങനെ 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. നമ്മളെല്ലാവരും പാസ്സായി, നല്ല മാർക്കൊക്കെ കിട്ടി. പിന്നീട് ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇൻ്റർവ്യൂവിനും അതിനുമൊക്കെ പോയപ്പോഴാണ് അറിയുന്നത് നമുക്ക് അമളി പറ്റി ഈ സർട്ടിഫിക്കറ്റിന് യാതൊരു വാല്യൂ ഇല്ല. അഞ്ചൽ മൗണ്ട് സഭ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നമ്മുടെ കുട്ടി സാറിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴാണ് അറിയുന്നത്. കുട്ടി സാറ് പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റിന് യാതൊരു വിലയില്ല, ഇത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരിടത്ത് ജോലി കിട്ടത്തില്ല, പിന്നെ കൊച്ചു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കയറാം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് കുട്ടി സാർ പറഞ്ഞത്. പിന്നെ അഞ്ചൽ തന്നെ 1-2 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ ജോലി ചെയ്ത് കുറച്ച് നാളൊക്കെ ജോലി ചെയ്തുള്ളൂ. കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷം ഞാൻ ഈ ശബരിയിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് തിരക്കാൻ ചെന്നപ്പോഴായിരുന്നു രസം. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഇയാൾ